Hi friends, Assalamualaikum. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാറുള്ളത്. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ മാരേജിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ഹൈലൈറ്റ്സൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കല്യാണ തലേന്നുള്ള ഒരുക്കങ്ങളാണ്. നമ്മൾ ബ്രൈഡിനുള്ള ഡ്രസ്സൊക്കെ തലേന്ന് തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ അത് പാക്ക് ചെയ്യുന്നതും പിന്നെ നമ്മൾ മെഹന്തി ഇടുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് ഫോട്ടോസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തലേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ മൈലാഞ്ചി ഇട്ടത്. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററാണ് ഇട്ട് തന്നത്. ആളുടെ പേര് ഷാരിയ എന്നാണ്, ഷാരിയ മറിയം എന്നാണ് കേട്ടോ ഫുൾ നെയിം. ആൾ സൂപ്പറായിട്ട് തന്നെ മൈലാഞ്ചി ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് ഇതിങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ട് പിടിച്ചിരിക്കാൻ കേട്ടോ. ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബിഗ് ബി ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ശരിക്കും സിങ്ങോ വേറെ ട്യൂബുകളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറേ കാലം മൈലാഞ്ചി ഇട്ടതിങ്ങനെ നിൽക്കും. ബിഗ് ബി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കളറൊക്കെ പോകും, പെട്ടെന്ന് ചോക്കുകയും ചെയ്യും, അതുപോലെ തന്നെ കളർ പോവുകയും ചെയ്യും. പിന്നെ തലേന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ നമുക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന വീഡിയോയും കൂടെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ബിഗ് ബി കൊണ്ട് തന്നെ ഇട്ട് വേഗം അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ സിമ്പിളായിട്ട് ഈ കൈയുടെ ബാക്ക് സൈഡിൽ മാത്രമാണ് കേട്ടോ മെഹന്തി ഇട്ടിട്ടുള്ളൂ. പിന്നെ മോൾക്കും ഇവരൊക്കെ തന്നെയാണ് മൈലാഞ്ചിട്ട് കൊടുത്തത് കേട്ടോ. കസിൻസ് ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് മോളെ നോക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. അതൊക്കെ അവർ തന്നെയാണ് ഒരുക്കി കൊടുക്കുകയും മെഹന്തി ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ നിന്നത് കേട്ടോ. അപ്പോൾ ബ്രൈഡിൻ്റെ ഡ്രസ്സ് നമ്മൾ തലേന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെ ഇത് ഡ്രസ്സ് കൊടുക്കാമെന്നായിരുന്നു. ചില പെൺവീട്ടുകാർ നമ്മളും ഒരുമിച്ച് തന്നെയാണ് ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാം. കാരണം നമ്മളിനി ഹോളിലേക്കും ഈ പാക്ക് ചെയ്തിട്ട് ഈ ഐറ്റൊക്കെ ആയിട്ട് പോകണ്ടേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു അത് വേണ്ട, നമ്മൾ വീട്ടിൽ കൊണ്ടു കൊടുക്കാമെന്ന്. അപ്പോൾ അവരുടെ വീടും നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. നമ്മൾ ഈ ഒരു ബോക്സിൽ സാരിയും നെറ്റ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ
മാത്രമാണ് പാക്ക് ചെയ്തത്. മേക്കപ്പിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ വേറൊരു ബോക്സിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ തലേന്നത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിനി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഡ്രസ്സ് കൊണ്ടുകൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ കൊണ്ടുകൊടുക്കുന്ന കാരണം നാളെ രാവിലെ അവരെന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിന്നോളും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത്ര നേരത്തെ ഹോളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ ബ്രദേഴ്സും 2 പേരുണ്ട്, കസിൻസ്, പിന്നെ 3 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ടോ വീട്ടിലേക്ക് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അവിടെ സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കൊണ്ടുകൊടുക്കാൻ പോകുന്നത്. ഇത് നല്ല ലേറ്റായ കാരണം എല്ലാവരും നന്നായി ടയേർഡായിട്ടുണ്ട്. വേഗം ഇതൊന്ന് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. അങ്ങനെ എല്ലാവരും കൂടെ പോവാണ്. ഇപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും കേട്ടോ. അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.